ബാലേട്ടൻ വരുന്നില്ലേ? ഞാൻ വന്നോളാം. ഇന്ന് അഡ്മിറ്റ് ചെയ്യുമെന്ന് കരുതി ഇന്ന് തന്നെ ഡെലിവറി ഒന്നും ഉണ്ടാവില്ല. നോർമൽ ആയിരുന്നെങ്കിൽ നന്നായിരുന്നു. എങ്ങനെയായാലും വേണ്ടില്ല, കോംപ്ലിക്കേഷൻ ഒന്നും ഉണ്ടാവാതിരുന്നാ മതി. പ്രാർത്ഥിക്കാം, നമുക്കതല്ലേ പറ്റൂ. അതെന്താ ബാലേട്ടൻ അങ്ങനെ പറഞ്ഞത്? ഏയ് ഒന്നുമില്ല. ബാലാമണിയെ പരിശോധിച്ചിട്ട് സുജാത എന്താ ബാലേട്ടനെ മാറ്റി നിർത്തി പറഞ്ഞത്? ചെറിയ എന്തോ പ്രശ്നങ്ങളുണ്ട് ടീച്ചറെ. സാരമില്ലായിരിക്കും. മോളെ, 108 മന്ത്രങ്ങൾ ഉരുവിട്ട് ജപിച്ച് പ്രാർത്ഥിച്ച ചരടായത്. ആ പ്രാർത്ഥനയുടെ മുഴുവൻ പുണ്യമുണ്ടതില്. അമ്മക്ക് ഈ ചരട് കെട്ടുന്നതിലൊന്നും വിശ്വാസം ഇല്ലാത്തതാണല്ലോ. ആര് പറഞ്ഞു? അപ്പൊ എന്റെ കൈ കെട്ടിയിരിക്കുന്നതോ? അത് വെറുതെ ഒരു ചരടാണെന്ന് നേരത്തെ അമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്തായാലും ഈ ചരട് ഇപ്പൊ കൈ കിടക്കട്ടെ. പ്രാർത്ഥനയുടെ പുണ്യം മാത്രമല്ല, വാത്സല്യമുണ്ട് ഈ ചരടില്. മോളെ, ആ ആ ചരട് ഞാൻ പൂജിച്ചതല്ല. പിന്നെ അവളുടെ അച്ഛൻ എന്റെ കൈ തന്നു വിട്ടതാ. ആര്? ഉണ്ണിയമ്മയോ? മോനോട് പോലും പറയരുതെന്ന് പറഞ്ഞു. ദേ ഗേറ്റിന് പുറത്തുണ്ട്. പാവം ബാലമ്മയുടെ പുറകെ നടക്കുക. അങ്ങനെ നടക്കും തോറും അവക്ക് ദേഷ്യം കൂടി വരിക. കൊറേ അനുഭവിക്കട്ടെ. എനിക്ക് സഹതാപമൊന്നുമില്ല അയാളോട്. എന്നാ പിന്നെ വൈകണ്ട, നിങ്ങൾ പൊയ്ക്കോ. നന്നായി വരും. മോള് ധൈര്യമായിട്ട് പൊയ്ക്കോ. ബാലേട്ടാ, പോയിട്ട് വരാം. ഏയ്, എന്നെ പേടിച്ചാണെങ്കി ഞാനകത്തേക്ക് വരുന്നില്ല. പേടിയോ? എനിക്കോ? എന്താ പേടിച്ചാല്? ഈ സിറ്റി മുഴുവനും ഞാനെടുത്ത കാക്കിക്ക് കീഴില്ല. മുനിസിപ്പാലിറ്റിയിലെ തോട്ടിപ്പണിക്കാരെ വിടാറുണ്ട് കാക്കി. രണ്ടും തമ്മില് എനിക്ക് വലിയ വ്യത്യാസമൊന്നുമില്ല. കുറച്ചു ദിവസമായിട്ട് ഇവിടെ ആരെങ്കിലും ഉണ്ടോ? പലരും വന്നു പോകുന്നുണ്ടെന്ന് കേട്ടു. ആരാ? ഇതെന്റെ വീടാ. ഇവിടെ പലരും വരും പോവും. നീ ആരാ ഇതൊക്കെ ചോദിക്കാൻ?
മിക്കവാറും പ്രൊഫസറെയും ടീച്ചറെയും തൂക്കിയെടുത്ത് ഞാൻ അകത്തിടും. അതിനൊക്കെ കള്ളത്തരങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ. എന്നെ അകത്തിടണമെങ്കിലേ നീ ഇനി ഒരു ജന്മം കൂടി ജനിക്കണം. ഇറങ്ങി പൊടി എന്റെ വീട്ടിൽ നിന്ന്. വീട്ടിലേക്ക് ഞാൻ കേറിയില്ലല്ലോ പ്രൊഫസറെ. പ്രായമായിന്നൊന്നും ഞാൻ നോക്കില്ല. സ്റ്റേഷനില് 4 ഇടിയന്മാര് പോലീസുകാരുണ്ട്. പിടിച്ചു കൊണ്ടുപോയി ശരിക്കും 4 ഇടി. അതിന്റെ ഒരു കുറവ് കാണാനുണ്ട്. എന്നാ ഇടിക്കടി, കാണട്ടെ നിന്റെ ധൈര്യം. ഇടിക്കടി. ദേഹത്തോട്ട് പോരുത്, ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. തൊട്ടാ നീ എന്ത് വേടി? നീ ഇവിടുന്ന് പോയില്ലെങ്കില് കല്ലിനിട്ട് ഇടിക്കുന്നിന്നെ ഞാൻ. ഒരു അസിസ്റ്റന്റ് കമ്മീഷണറെ നിങ്ങൾ നോവിച്ചു വിട്ടിരിക്കുന്നത്. കാണിച്ചു തരാം എന്റെ പവർ എന്താണെന്ന്. പോടി. നീ ജോലിക്ക് പോവാൻ എന്തായാലും അവർ സമ്മതിക്കില്ല. നീ എന്തു ചെയ്യും? എന്തും ചെയ്യും. ഇന്ന് തോറ്റാൽ ജീവിതകാലം മുഴുവൻ തോൽക്കേണ്ടി വരും. തോൽക്കരുത്. ജയിക്കാന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ മത്സരിക്കാവൂ. ഇത് മത്സരമല്ല, ജീവിതം. എന്റെ ജീവിതം. ഞാൻ മാത്രം സംസാരിച്ചാ പോരാ, അമ്മ വാ തുറന്നു പറയണം. തീരുമാനം അമ്മയുടേതാണെന്നങ്ങ് പറയണം. വരട്ടെ, ഞാൻ ചോദിക്കാം. ഒന്ന് നിന്നേ. നീ ആശുപത്രിയിലേക്കാണോ? അതെ. അപ്പൊ നിന്നോട് പച്ച മലയാളത്തിലല്ലേ ജോലിക്ക് പോകണ്ടെന്ന് പറഞ്ഞത്? പച്ച മലയാളത്തിൽ തന്നെയല്ലേ ഈ ഒരു കാര്യം ഒഴിച്ച് വേറെ എന്ത് വേണമെങ്കിലും പറഞ്ഞോളാൻ പറഞ്ഞത്. അപ്പൊ നീ പോകും? അപ്പോഴല്ല, ഇപ്പൊ തന്നെ പോകും. നീ പോവും അല്ലേ? എന്നാ അതൊന്ന് കാണട്ടെ. ഗീതേച്ചി, വെറുതെ എന്നെ തടയരുത്. വഴക്കുണ്ടാക്കില്ല എന്ന് കാർത്തിക്കിന് ഞാൻ വാക്ക് കൊടുത്തതാ. ഞാനൊന്നും പറയുന്നില്ല. വാതിൽ തുറക്ക്, ഞാൻ പോട്ടെ. നീ പെണ്ണാണെങ്കി ഇവിടുന്നൊന്ന് പുറത്തു പോ. കാണട്ടെ നിന്റെ ധൈര്യം. ധൈര്യം കാണിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, പക്ഷെ എനിക്ക് പോണം. പോയേ പറ്റൂ. നീ പോവില്ല. ഞങ്ങള് സമ്മതിക്കാതെ നീ ഇവിടുന്ന് അനങ്ങില്ല. ഒന്ന് അനങ്ങി നോക്കട്ടെ. പെട്ടിയിൽ അടക്കി നിന്നെ ഞാൻ 6 അടി നീളത്തില്. പേടിപ്പിക്കരുതെന്നെ. പേടിപ്പിച്ച പുല്ല് പോലെ ഇവിടുന്ന് ഇറങ്ങി പോവും ഞാൻ. ഇങ്ങോട്ട് പോടി. ദേ, എന്റെ ദേഹത്തോട്ടാലുണ്ടല്ലോ, പിന്നെ ആരാ എന്താന്നൊന്നും നോക്കില്ല ഞാൻ. മാറി നിൽക്ക. മാറി നിൽക്കാൻ. അയ്യോ മോളെ, എന്നെയല്ല അവളെ പിടിച്ചു നിർത്ത്. ഇങ്ങോട്ട് വാടി. വരാൻ. വിടാൻ. ഇങ്ങോട്ട് വരാൻ. ഞാൻ പറയുന്ന കേക്ക്. വിട്. എന്നെ വിട്. വാതിൽ തുറക്കാം. വാതിൽ തുറക്കാൻ. തുറക്കാനല്ലേ പറയുന്നേ? അവിടെ കിടക്കട്ടെ, നാശം പിടിച്ചവള്. വാതിൽ തുറക്ക്. തുറക്കാനല്ലേ പറയുന്നേ? തുറക്കില്ല. ഞാൻ പറയുന്നത് അനുസരിക്കാത്തവൾക്ക് ഈ വീട് ജയിലാ. നീ ഇനി ഈ ജയിലിനകത്താ അനുസരണ പഠിക്കുന്നത് വരെ. ജയിൽ എവിടെയാണെന്ന് ശരിക്കും കാണിച്ചു കൊടുക്കാൻ ഞാൻ. ഹലോ, പോലീസ് സ്റ്റേഷൻ.
എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമോ? എന്തു കുഴപ്പം? അതല്ല, കാർത്തിക് വരുമ്പോ അവള് പറയില്ലേ? പറഞ്ഞാലെന്താ? അവനെ പേടിക്കണോ ഞാൻ? ഇവിടെ എന്റെ ഇഷ്ടം നടക്കും, നടക്കണം. അവൻ വന്ന് ഒരു തീരുമാനമാവാതെ തുറന്നു വിടണ്ട അവളെ. ജലപാനം കൊടുക്കരുത്. എന്താ ഇവിടെ പ്രശ്നം? ഒന്നുമില്ല സാറേ. ഒന്നുമില്ലേ? ഡോക്ടർ അഭിരാമിയുടെ വീടല്ലേ? അല്ല, ഇതെന്റെ വീടാ. നിങ്ങളാരാ? എന്താ പേര്? സാറേ, ഇതെന്റെ മോളാ ഗീത. അഭിരാമി എന്റെ മകന്റെ ഭാര്യ. എന്താ സാർ ഇതൊക്കെ അന്വേഷിക്കാൻ? ഡോക്ടർ അഭിരാമിയുടെ ഒരു ഫോൺ കോൾ ഉണ്ടായിരുന്നു. നിങ്ങൾ അവരെ അന്യായമായി അടച്ചിട്ടിരിക്കുകയാണെന്ന്. അയ്യോ അല്ല സാറേ. ഒന്ന് കയറി നോക്കണോ? സർ, നോക്കണ്ട. പുറത്തുപോയി അഴിഞ്ഞാടി നടക്കുന്നവളെ മുറിക്ക് പുറത്തിറങ്ങാൻ സമ്മതിച്ചില്ല. എന്ന് വെച്ചാ മുറി പുറത്ത് നിന്ന് പൂട്ടിയല്ലേ? പൂട്ടേണ്ടി വന്നു. അന്യായമായി തടങ്കലിൽ വെക്കുന്നത് കുറ്റമാണെന്നറിയില്ലേ? മുറി തുറക്കൂ. ഛി, തുറക്കടി. ഓ, വേണ്ട, ഞാൻ തുറന്നു തരാം. എന്താ മാഡം, എന്താ പ്രശ്നം? ഞാൻ സിറ്റിയിലെ ഏറ്റവും തിരക്കുള്ള ഒരു ഹോസ്പിറ്റലിലെ ഡോക്ടറാ. രാവും പകലും ഇല്ലാതെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഗൈനക്കോളജിസ്റ്റ്. എന്നെ തടഞ്ഞു വെക്കുന്നത് എന്നോട് വ്യക്തിപരമായി ചെയ്യുന്ന ദ്രോഹം മാത്രമല്ല, എന്റെ പേഷ്യൻസിനോട് കാണിക്കുന്ന ക്രൂരത കൂടിയാ. സോ പ്ലീസ് ടേക്ക് ആൻ ആക്ഷൻ. ഇറ്റ്സ് എ റിട്ടൺ കംപ്ലൈന്റ്. ഇവരെ പിടിച്ച് വണ്ടിയിലേക്ക് കയറ്റ്. സർ. അയ്യോ സാറേ, ഇവള് പറയുന്ന ഒന്നും വിശ്വസിക്കരുത്. എന്തിനാ ഞങ്ങളെ കൊണ്ടുപോകുന്നത്? അന്യായമായി ഡോക്ടർ അഭിരാമിയെ തടഞ്ഞു വെച്ചതിനും ഗാർഹിക പീഡനത്തിന്റെയും പേരിൽ നിങ്ങൾ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അയ്യോ സാറേ, ഞങ്ങൾക്ക് പറയാനുള്ളതൊക്കെ സ്റ്റേഷനിൽ വന്നിട്ട് പറഞ്ഞാൽ മതി. ഇപ്പം മര്യാദയ്ക്ക് ഒന്ന് വണ്ടി കയറില്ലെങ്കിൽ ബലമായിട്ട് പിടിച്ച് കയറ്റേണ്ടി വരും. വേണ്ട, ഞങ്ങൾ കയറിക്കോളാം. എടി ദ്രോഹി, നീ ഞങ്ങളെ ചതിച്ചു അല്ലേ? ഇങ്ങോട്ട് നടക്കടി. ഇവിടം കൊണ്ട് ലോകം അവസാനിക്കൊന്നുമില്ല, അതോർത്തോണം നീ. സർ, ഒരാവശ്യം പറഞ്ഞ അനുവദിച്ചു തരൂ? മാഡം, സത്യം പറയട്ടെ, നിങ്ങൾ എന്നോട് അപേക്ഷിക്കുമ്പോൾ സത്യത്തിൽ ഞാൻ വല്ലാതെ ചെറുതായി പോകുക. കുറ്റവാളികളെ ഒരുപാട് കണ്ടിട്ടുണ്ട് ഞാൻ ഈ ജയിലിൽ. പക്ഷേ നിങ്ങളുടെ മുഖത്ത് മാത്രം എഴുതി വെച്ചിരിക്കുക ഞാൻ നിരപരാധിയാണെന്ന്. എന്താ വേണ്ടത് പറയൂ. എനിക്ക് ആ ലീലാമ്മയോടൊന്ന് സംസാരിക്കണം. അയ്യോ, അത് വേണോ? ഒരുപാട് സമയം എടുക്കില്ല, കൂടിയാൽ ഒരു 10 മിനിറ്റ്. എന്താ കാര്യം? ഞാൻ പറഞ്ഞില്ലേ സർ, അവർക്കെന്തോ എന്നോട് പറയാനുണ്ട്. അതിനുള്ള അവസരം കിട്ടുന്നില്ല. എന്താ പറയാനുള്ളതെന്ന് എനിക്കറിയണം. ശിക്ഷിക്കപ്പെട്ട ഒരു പ്രതിയാ ലീലാമ്മ. അങ്ങനെ സംസാരിക്കാനുള്ള അവസരം ഉണ്ടാക്കാൻ പാടില്ലാത്തതാ. അയ്യോ, എന്നാ വേണ്ട സർ. ഞാൻ കാരണം ഒരു നിയമവും തെറ്റിക്കേണ്ടി വരരുത്. വെറുതെ അവളുടെ മനസ്സിലെന്താന്നറിയാനുള്ള ഒരു ആകാംക്ഷ വെച്ച് ചോദിച്ചെന്നേ ഉള്ളൂ. അതും മറന്നേക്കൂ. നിക്ക്. ആഗ്രഹിച്ചതല്ലേ, അവളെ ഞാൻ വിളിപ്പിക്കാം.
പറ, എന്തിനാ നീ എന്റെയും അദ്ദേഹത്തിന്റെയും ഫോട്ടോ സൂക്ഷിക്കുന്നത്? കാണാൻ. നിങ്ങളെയല്ല, ദിവസത്തിൽ ഒരു തവണയെങ്കിലും നിങ്ങളുടെ ഭർത്താവിന്റെ മുഖം എനിക്ക് കാണണം. എന്തിന്? എന്താ അദ്ദേഹവുമായിട്ട് നിങ്ങൾക്കുണ്ടായിരുന്ന ബന്ധം? ബന്ധം വിളിച്ചു പറയുന്നത് ഈ ഫോട്ടോകളാ. ഈ 2 ഫോട്ടോകൾ. ഇതെന്റെ മകളാ. മദ്യവും മയക്കുമരുന്നും ചേർന്ന് മനുഷ്യനല്ലാതായി മാറിയപ്പോ മകളെ തിരിച്ചറിയാൻ കഴിയാതെ വന്ന എന്റെ ഭർത്താവിനെ ഞാൻ വെട്ടി. കൊല്ലാൻ തന്നെയായിരുന്നു. മരിച്ചില്ല. കൊല്ലേണ്ടതായിരുന്നു. ഇതിനു മുമ്പേ കൊല്ലേണ്ടതായിരുന്നു ഞാൻ അയാളെ. ഒരു സത്യം ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ അന്ന് ഞാൻ അറിഞ്ഞില്ല. ഉറങ്ങിക്കിടന്ന് എന്റെ കുഞ്ഞിനെ എടുത്തുകൊണ്ടു പോയത് അയാളായിരുന്നെന്ന് ഈ അടുത്ത കാലം വരെ ഞാൻ അറിഞ്ഞില്ല. ഇതെന്റെ മകനാണ്. വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് നഷ്ടപ്പെട്ട എന്റെ മകൻ. അവനിന്ന് ജീവിക്കുന്നത് എവിടാണെന്നറിയോ? അഴകത്ത്. അഴകത്തമ്മയുടെ മകനായിട്ട്. അഴകത്ത് സുമംഗലിയുടെയും മാധവ മേനോന്റെയും മകനായിട്ട്. നിങ്ങളുടെ മകനായിട്ട്. എന്റെ ഭർത്താവ് എന്നോടുള്ള ദേഷ്യത്തിന് എന്നിൽ നിന്നും പറിച്ചെടുത്തുകൊണ്ടുപോയ കുഞ്ഞിനെ തേടി അലയുകയായിരുന്നു കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഞാൻ. വെട്ടുകത്തിക്ക് ഞാൻ കഴുത്തരിയുമെന്ന് തോന്നിയ ഒരു നിമിഷത്തിൽ 2 മാസം മുമ്പാ എന്റെ കുഞ്ഞിനെ തട്ടിക്കൊണ്ട് സെക്കന്ദരാബാദിലേക്ക് കടന്നത് അയാളായിരുന്നു എന്ന് എന്നോട് പറഞ്ഞത്. അന്ന് സെക്കന്ദരാബാദിൽ ലഫ്റ്റനന്റ് കേണലായിരുന്നു നിങ്ങളുടെ ഭർത്താവ്, അല്ലേ? എന്തിനായിരുന്നു എന്റെ കുഞ്ഞിനെ വിലയ്ക്ക് വാങ്ങിച്ചത്? എന്താ അവന്റെ പേര്? എന്താ അവന്റെ ജോലി? പെറ്റ വയറിന്റെ സങ്കടം വച്ച് ചോദിക്കാൻ ഞാൻ. എനിക്കൊന്ന് കാണണോ അവനെ? വർഷങ്ങൾ ഞാൻ ഹൃദയത്തിൽ സൂക്ഷിച്ച വാത്സല്യം അവന്റെ നെറുകയിലൊന്ന് തഴുകിയെങ്കിലും മനസ്സിൽ നിന്ന് ഞാനൊന്ന് ഇറക്കി വയ്ക്കട്ടെ.